പ്രഭു. ഈ ഗാനം കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഈ ഗാനം കേൾക്കുമ്പോൾ ആദ്യം അന്വേഷിക്കുക ഇതിൻ്റെ ഗാനരചയിതാവിനായിരിക്കും. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. വേറെ ആരുമല്ല, GK നന്ദനം. നമസ്കാരം GK നന്ദനം. ഓക്കെ, ഈ GK നന്ദനം എന്നത് നന്ദനമല്ലല്ലോ പേര്, GKയുടെ ഫുൾ ഫോം ഒന്ന്? അത് ഗോപകുമാർ നന്ദനം എന്നാണ്. നന്ദനം എന്നുള്ളത് എൻ്റെ വീട്ടുപേരാണ്. ഓക്കെ, അങ്ങനെയാണ് GK നന്ദനം എന്നുള്ളത്. എല്ലാവരും വിളിക്കുന്നത്. ആദ്യം ഞാൻ എൻ്റെ ശരിക്കുള്ള സ്ഥലം എന്ന് പറയുന്നത് ചൂരക്കാടാണ്. ചൂരക്കാട്, തൃപ്പൂണിത്തുറയുടെ തെക്ക് ഭാഗത്തുള്ള ചൂരക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. സംഗീത സംവിധായകനായ റിനിൽ ഗൗതം, ആർ ഗൗതമാണ് എൻ്റെ ആ നാമധേയം മാറ്റി GK നന്ദനം എന്നുള്ള പേരിലാക്കി. നേരത്തെ GK ചൂരക്കാട് എന്നായിരുന്നു. GK ചൂരക്കാട് എന്നായിരുന്നു. ഗൗതമാണ് റിനിലേറ്റ് എന്ന് പറയും, ആർ ഗൗതം എന്ന് പറയും. ഫാമിലി മുളന്തുരുത്തിയാണ് താമസിക്കുന്നത്, കാരിക്കോട്. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടിലിപ്പോൾ വൈഫും മോളും പിന്നെ അമ്മയും പെങ്ങളൊക്കെ വേറെ താമസിക്കും. ഓക്കെ, ഈ ഗാനരചനയിലേക്ക് വരാനുള്ള ഒരു കാരണം അതെന്ന് പറഞ്ഞാൽ പുതിയ കാവിലമ്മയുടെ നടയിലിരുന്ന് എന്താ പറയുക, അമ്മയോടുള്ള ഭക്തി കൊണ്ട് നടക്കിലിരുന്ന് പാട്ടുകൾ എഴുതി അവിടുത്തെ കുറേ ചേച്ചിമാരോടൊപ്പം കുറേ വയസ്സായ ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഭക്തിഗാനങ്ങൾ അവിടെ ഇരുന്ന് അമ്മയുടെ നടയിലിരുന്ന് ഭജന പാടുമായിരുന്നു. അങ്ങനെ ഈ സ്ഥിരം ഭജന പാടിക്കൊണ്ടിരുന്നു. ഈ ഭജന കേട്ടിട്ട് പ്രശസ്ത ഗായകനായ ഗണേഷ് സുന്ദരം, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഈ ലെവലിൽ ഇല്ല. അദ്ദേഹമാണ് എന്നോട്, അദ്ദേഹം അന്ന് 2002 എനിക്ക് സൗജന്യമായിട്ടാണ്, അത് ഫ്രീ ആയിട്ടാണ്, പുള്ളിയുടെ റെമ്യൂണറേഷൻ മേടിക്കാതെ എനിക്ക് ഫ്രീ ആയിട്ട് എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതാണ്. പുള്ളി എനിക്ക് പാടിത്തന്ന ഭദ്രപൂജ എന്ന് പറയുന്ന പുതിയ കാലമ്മയുടെ CD ആണ് എൻ്റെ ആദ്യത്തെ CD. പക്ഷെ അത് CD ചെയ്തതും ഇന്നത്തെ സംഗീത ലോകത്തെ മുടിചൂടാൻ മന്നന്മാരാണ്. ഇത് പാടിയത് ഗണേഷ് സുന്ദരവും, ഇത് ഓർക്കസ്ട്രേഷൻ എല്ലാം ചെയ്തു തന്ന ബിജിബാലാണ്. പിന്നെ അതിൻ്റെ പ്രകാശന കർമ്മം ചെയ്ത് സംഗീത ലോകത്ത് തന്നെ ഏറ്റവും നല്ല സംഗീത സംവിധായകരിൽ ഒരാളായ ഉദയമാഷാണ്. അവർ മൂന്നുപേരുടെ കൈവച്ചാണ് ഞാൻ ഈ രംഗത്തിലേക്ക് വരുന്നത്. അപ്പോൾ ചെറുപ്പകാലം മുതലേ സംഗീതത്തിനോട് സംഗീതത്തിനേക്കാൾ അപ്പുറം ഭക്തിയോടായിരുന്നു താല്പര്യം. ഭക്തിയോടാണ് താല്പര്യം. നമുക്ക് സംഗീതത്തിന്റെ ഒരു വഴി ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് അല്ലേ ഭക്തി ഗാനങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കേൾക്കാറുണ്ട്, ഒരുപാട് ഗാനങ്ങൾ കേൾക്കാറുണ്ട്. മാനസ ഗുരുവായിട്ട് സ്വീകരിച്ചിരുന്ന ഗണേഷ് സുന്ദരത്തിന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എല്ലായിടത്തും ഞാൻ കേൾക്കാറുണ്ട്. കൂടുതൽ ദേവിയാണോ അല്ലെങ്കിൽ പൂർണ്ണത്രേശ്വരന്റെയാണ് നമ്മൾ കേട്ടതല്ല. അത് ഈ പറയുന്ന പോലെ തന്നെ ആദംപള്ളി കാവിലമ്മ എന്ന് പറഞ്ഞിട്ട് കാവിലമ്മ എന്നുള്ള ഒരു CD ആർ ഗൗതം കമ്പോസ് ചെയ്ത വർക്കാണത്. അതിൽ ഒരു ഫീലിംഗ് സോങ് ആയിട്ട് വന്ന പാട്ടാണ് പത്മഹാരപ്രിയ എന്നുള്ളത്. അത് ശരിക്കും എൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. ശരിക്കും പത്മഹാരപ്രിയ പാടാനായിട്ട് എനിക്ക് എന്താ പറയുക, എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന ഗണേഷ് സുന്ദരാണ്. അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പൂർണ്ണത്രേശ്വരൻ്റെ ഈ ഗാനം പാടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും, ആർ ഗൗതം സംഗീത സംവിധായകൻ, അദ്ദേഹം എന്നെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും, റിനിലേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന റിനിലേട്ടൻ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ രംഗത്തേക്ക് വരില്ല. ഒരു തിരിച്ചുവിടലാണ്. പിന്നെ ഈ പൂന്താളത്തിലേക്ക് കഥ പറഞ്ഞ പോലെ മരണത്തിലേക്ക് പോകുമ്പോൾ മരണകാലത്ത് ഭഗവാൻ നേരിട്ടിറങ്ങി വരും എന്ന് പറയുന്ന പോലെ 2002 എനിക്ക് ഒരു അത്യാസന്ന നില വന്നപ്പോൾ എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നതും ഈ ഗാനം തന്നെയായിരുന്നു. കാരണം ഈ ഗാനം എഴുതിയതിൻ്റെ പേരിലാണ് മറ്റുള്ള ഭക്തജനങ്ങൾ അറിഞ്ഞതും ഞാൻ വയ്യാണ്ടിരിക്കുന്നത് അറിഞ്ഞതും. ഗണേഷ് സുന്ദരവും അനൂപ് ജി കൃഷ്ണൻ ഇവരെല്ലാവരും കൂടി, ഗായകനാണ് അനൂപ് ജി കൃഷ്ണൻ, ഇവർ രണ്ടുപേരും കൂടി ഫേസ്ബുക്കിൽ കൂടി പോസ്റ്റ് ഇട്ട് ആണ് ഞാനിങ്ങനെ അത്യാസന്ന നിലയിലാണെന്ന് അറിഞ്ഞത്. അപ്പോൾ ഈ ഗാനത്തിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ അവരുടെ അപേക്ഷകൾ സ്വീകരിച്ച എല്ലാവരും തന്നെ സഹായിച്ചു. അങ്ങനെ ഒരു പുനർജന്മമാണ്. ട്രാജഡി എന്ന് പറയുന്നത് 2022 ഒക്ടോബറിൽ ജോലി കഴിഞ്ഞ് വന്ന് ഞാൻ അവിടെ വീട്ടിൽ ഒരു ഗ്യാസിൻ്റെ മരുന്ന് വെച്ച് കിടന്നതാണ്. ഞായറാഴ്ച രാവിലെ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല. പിറ്റേ ദിവസം കണ്ണു തുറക്കുമ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല. കാരണം എൻ്റെ ഭാര്യനെ അറിയില്ല, കുട്ടീനെ അറിയില്ല, ഭിത്തിയിൽ പിടിക്കാനുള്ള ഓർമ്മ പോലും എനിക്കുണ്ടായില്ല. അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് 13ാമത്തെ ദിവസമാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നത്. അപ്പോൾ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത് ഇനി രക്ഷപ്പെടുമെന്ന് ഉറപ്പൊന്നുമില്ല, ഇനി രക്ഷപ്പെട്ടാൽ തന്നെ 1.5 വർഷം എടുക്കും നടക്കാൻ, പിന്നെ സംസാരശേഷി പയ്യനെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ് പറഞ്ഞത്. സംസാരശേഷി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന് വരെ പൂർണ്ണത്രേശ്വരനാണ്, പിന്നെ കുലദൈവമായ പേച്ചിയമ്മ, ഇവരാണ് ശരിക്ക് കാലൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിയെന്ന് പറയുന്ന പോലെ.
അതാണ് നമ്മൾ ദൈവത്തിനോട് അടുത്ത് നിൽക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. ശരിക്കും ഒരിക്കലും നമ്മൾ ആ സമയത്ത് വിചാരിക്കുന്നില്ല ആരൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളത്, ആരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ഒരു അത്യാസന്ന നില വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അറിയാൻ പറ്റുന്നത്. ശരിക്കും പൂർണ്ണത്രയീശൻ എനിക്ക് പുനർജന്മം തന്നതാണ്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക പ്രതിഫലനം എന്നുള്ള രീതിയിൽ ആശുപത്രി കട്ടിലിൽ എനിക്ക് ബോധം വീണപ്പോൾ എനിക്ക് എഴുതിയ അക്ഷരങ്ങൾ തിരിയില്ല, കാരണം ഓർമ്മയിലില്ല. പൂർണ്ണമായിട്ട് ഓർമ്മ നഷ്ടപ്പെട്ടു. 13ാമത്തെ ദിവസം എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ട് എഴുതാൻ തുടങ്ങാൻ എനിക്ക് പേന പിടിക്കുമ്പോൾ അക്ഷരങ്ങൾ അറിയാം, പക്ഷേ എൻ്റെ പേപ്പറിലും പേനയിലും വരില്ല. അവ്യക്തമായ രീതിയിൽ ഞാൻ ഈ ഒരു പാട്ട് പൂർണ്ണത്രയീശൻ എനിക്ക് പുനർജന്മം നൽകി. അപ്പം അതുകൊണ്ട് പൂർണ്ണത്രയീശൻ്റെ പാട്ട് എഴുതിയിട്ട് ഇനി മറ്റുള്ള ഏത് ഗാനങ്ങൾ എഴുതുള്ളൂ എന്ന് പറഞ്ഞ ആശുപത്രി കിടക്കയിൽ കിടന്ന് ഞാൻ എഴുതിയ പാട്ടാണ് പുനർജന്മം എന്നുള്ളത്. ഒരുപാട് ഇമോഷണലായി പോകുന്നു. അത് ആ പാട്ട് അനൂപ് ജി കൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ്. അത്രയ്ക്ക് ആത്മാർത്ഥയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ പുറത്തിറക്കിയതാണ് പുനർജന്മം എന്നുള്ള ആ CD. അതിൽ ഓരോ വരികളും എൻ്റെ പ്രാണനാണ്. അത് ഏതെങ്കിലും ഒരു വരി ഒന്ന്. പൂർണ്ണത്രയീശാനി നാമമൊരു വിട്ടാൽ പൂർണ്ണമത്രേ ഈ ജന്മമത്രയും. വരി ഇടയ്ക്ക് മറന്നുകൊണ്ട് ജന്മമത്രയും. ഓക്കെ. ഓ, അപ്പോൾ അത് റിലേറ്റഡ് ആണ്. ഒരു നാളും വന്നില്ല, ഒത്തിരി ഇമോഷണലായി പോകുന്നു. ഒരു നാളും വന്നില്ല യമധർമ്മൻ അണികളും എന്ന് പറഞ്ഞിട്ട് ഒരു അനുപല്ലവിയിൽ വരുന്ന വരികൾ. അണികളും, അതായത് കാലന്റെ ദൂതന്മാർ പോലും വന്നിട്ടില്ല നമ്മളെ കൊണ്ടുപോകാൻ. ആ സമയത്ത് പൂർണ്ണത്രയീശൻ ഒന്ന് രക്ഷിച്ചു എന്നുള്ളതാണ് അതിൽ. ഇപ്പോൾ അത് ഈ പുനർജന്മം എന്നുള്ളത് ആ CD-യിലുള്ളതാണ്. അത് യൂട്യൂബ് റിലീസായിരുന്നു. അനൂപ് ജി കൃഷ്ണൻ്റെ ഇതിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ഒരു 700-750 പാട്ടോളം നമ്മൾ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പുനർജന്മം കഴിഞ്ഞ് കിട്ടിയ എല്ലാ പാട്ടുകളും കൂടുതലും നല്ല നല്ല പാട്ടുകളാണ് കൂടുതലും കിട്ടിയത്. അതുവരെ ചെയ്ത നല്ല പാട്ടുകളായിരുന്നില്ല എന്നല്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മനോരമ മ്യൂസിക്സിന് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ ചെയ്തു. അതെല്ലാം മറ്റേ ടോപ്പ് സിംഗേഴ്സിലെ കുട്ടികളാണ് പാടിയിരിക്കുന്നത്. പിന്നെ അതിൽ സന്നിധാനന്ദം പാടി, അങ്ങനെ കുറേ പാട്ടുകൾ. അയ്യപ്പ ഭക്തി ഗാനങ്ങൾ. ആ സീസണിൽ തന്നെ 3 പാട്ടുകളും ഗണേശ് സുന്ദരം പാടി തന്നെ ആട്ടമാടിരാം പാട്ട് പാടിരാം. അത് ഏറ്റവും സ്പീഡുള്ളൊരു പാട്ടായിരുന്നു. അത് രാജുരാജ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന രാജുരാജാണ് അതിൻ്റെ സംഗീത സംവിധായകൻ. ഞങ്ങളൊരുമിച്ച് പ്രണവാമൃതം എന്ന് പറഞ്ഞിട്ട് പാഴൂരം മനോജ് തിരുമേനി നിർമ്മിച്ച ഒരു ആൽബം ഉണ്ടായിരുന്നു, പ്രണവാമൃതം എന്ന് പറഞ്ഞിട്ട്. അതിലെ സംഗീത സംവിധാനം ചെയ്തത് രാജുരാജായിരുന്നു. ജയേന്ദ്രൻ 5 പാട്ട് അതിൽ പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയായിട്ടുള്ളൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോഴത്തേക്കും അത് വർഷങ്ങളായിട്ട് ഒരു 7 വർഷം എന്താ പറയുക പെട്ടിയിലിരുന്ന പാട്ടാണത്. അതിൽ 3 പാട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നന്ദുവാർ കർത്ത സംഗീത സംവിധായകനുമാണ്, സ്കോററുമാണ്, ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം ചെയ്യുന്നതാണ്. അദ്ദേഹം പാടിയിട്ടുള്ള ഒരു ശരണമാരി എന്ന് പറഞ്ഞ പാട്ടും അതിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ഇപ്പോൾ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഭദ്രകാളി ദശകം നിലവിൽ നിൽക്കുന്നുണ്ട്. അതിങ്ങനെ കുറേ വർഷമായിട്ട് ഇങ്ങനെ അതിൽ കിടക്കുന്നതാണ്, പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല. ഭദ്രകാളി ദേവി ഇങ്ങനെ ദാരികനെ നിഗ്രഹിച്ചിട്ട് ഇങ്ങനെ രൗദ്രഭാവത്തിൽ നിൽക്കുമ്പോൾ ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ പഠിച്ചത് സംസ്കൃത കോളേജിലാണ്, തൃപ്പൂണിത്തുറ. ഞാൻ 5ാം ക്ലാസ് മുതൽ ഡിഗ്രി സംസ്കൃത വ്യാകരണമായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ എൻ്റെ ആ കാലം മുതലേ ടീച്ചർമാരാണെങ്കിലും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അന്നും എഴുതുമായിരുന്നു. അന്ന് അത്യാവശ്യം, അല്ലാണ്ട് വലിയ കവിതയും കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് ഒരു പ്രൊഫഷണലായിട്ട് എഴുതാൻ പ്രൊഫഷണൽ. ആദ്യമൊക്കെ എൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ കൂട്ടുകാർ നമ്മുടെ ക്രിസ്മസും ഓണമൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ ലവേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റർ എഴുതാൻ വേണ്ടി കാർഡും കൊണ്ട് വരും. ഈ കാർഡിൽ എഴുതി കൊടുത്താണ് എൻ്റെ തുടക്കം. അങ്ങനെ എഴുതി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അതിലിപ്പോൾ എന്താ പറയുക, സാഹിത്യപരമായിട്ടാണ് ജീവിതമാകുന്ന കരയുടെ ഒരറ്റത്ത് നിന്ന് ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇല്ല കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചത്, എന്നാൽ പിന്നെ ഇത്ര നന്നായിട്ട് എഴുതുമെങ്കിൽ നിനക്ക് കവിതയായിട്ട് എഴുതാൻ പാടില്ലെന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ നിന്നാണ് അമ്മയുടെ ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ് തുടക്കം. അങ്ങനെയാണ് ഞാൻ കവിതകൾ എഴുതുന്നത്. കവിതകൾ നമ്മുടെ കോളേജ് മാഗസിനിലൊക്കെ വന്നിട്ടുണ്ട്. മർത്യശാപം എന്നുള്ളായിരുന്നു ആദ്യത്തെ കവിത. അവിടെ മുതലാണ് തുടക്കം. പക്ഷേ അതിൽ നിന്ന് സോങ്ങിലേക്ക് മാറുന്നത് ഈ പുതിയകാവിലെ അമ്മയുടെ നടക്കിൽ നിന്നാണ്. അമ്മയെ കണ്ടിട്ട് ഭക്തി എന്താ പറയുക, ഒരു
പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭക്തി വന്ന് അവസാനം നമ്മൾ എഴുതി പോവുക. സിനിമയിലേക്ക് എന്തെങ്കിലും? സിനിമയിലേക്ക് 2 വർക്ക് ചെയ്തിരുന്നു, പക്ഷെ ഇറങ്ങിയില്ല. ഒന്ന് ബ്ലൂ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു പടം, യൂനിസ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടറാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ചെയ്തു, പക്ഷെ ആ പടം ഇറങ്ങിയില്ല തുടക്കത്തിൽ തന്നെ. പിന്നെ ഒരു സിജു ഇരുമലൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു നേരം 12:15 എന്ന് പറഞ്ഞിട്ട് ഒരു പടം ഉണ്ടായിരുന്നു, തമിഴും മലയാളം ഉണ്ടായിരുന്നു. അതിൻ്റെ രണ്ടും ഞാൻ തമിഴ് മലയാളം സംസ്കൃതം എഴുതും. അപ്പോൾ ഈ സംസ്കൃതം ഭാഷ ആയതുകൊണ്ടിട്ട് തമിഴ് മലയാളവും ഞാനാണ് എഴുതിയിരിക്കുന്നത്. ശ്രേയക്കുട്ടി ശ്രേയ പാടിയിരിക്കുന്ന ആദ്യത്തെ തമിഴ് പാട്ടായിരുന്നു. ആദ്യ ഗാനരചന ഭദ്രപൂജയായിരുന്നു. ഭദ്രപൂജ പുതിയ കാലമേട പാട്ടായിരുന്നു ഭദ്രപൂജ. ലേറ്റസ്റ്റ് പെരിക്കാട് ചമ്പക്കര പെരിക്കാട് എന്ന് പറഞ്ഞിട്ട് ഭഗവതി ക്ഷേത്രമുണ്ട്, വനദുർഗയുടെ അമ്പലം. വനദുർഗ അവിടെ ആ വനദുർഗ ക്ഷേത്രത്തിലെ പാട്ടുകളാണ് ചെയ്തത്. ജയശ്രീ തോട്ടുങ്കൽ, രതീഷ് മാധവൻ, മറ്റേ ലക്ഷ്മി പൂർണ്ണ അവരൊക്കെയാണ് പാടിയിരിക്കുന്നത്. അത് എൻ്റെ സ്വന്തം കമ്പോസിഷനാണ്. എഴുതിയതിൽ ഇഷ്ടപ്പെട്ട ഒരു 5 ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പത്മഹാരപ്രിയയ്ക്ക് മുമ്പ് പത്മഹാരപ്രിയയാണോ അതോ എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പത്മഹാരപ്രിയയ്ക്ക് തൊട്ട് മുമ്പ് എഴുതിയൊരു പാട്ടുണ്ട്, പ്രണവാമൃതം എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ ചെയ്ത്. ഏതുറക്കത്തിൽ നിന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ആ പാട്ടായിരിക്കും. ചക്കുളത്തമ്മയുടെ ജയേന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട്, കാനനവാസിനി ശ്രീവനദുർഗാംബി ശ്രീചക്കുളം കാവിൽ ജഗദീശ്വരി. കാനനവാസിനി ശ്രീവനദുർഗാംബി ശ്രീചക്കുളം കാവിൽ ജഗദീശ്വരി. പത്മഹാരപ്രിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്, അതൊട്ടും മോശമല്ല. എല്ലാ എന്താ പറയുക, പൂർണ്ണത്രേഷ്യൻ്റെ ആ പാട്ട് മൂളാത്ത ഒരാൾ പോലും ഇല്ല പൂർണ്ണത്രേഷ്യൻ്റെ. പലരും പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്, പത്മഹാരപ്രിയ, പത്മനാഭപ്രഭു, പൂർണ്ണത്രേശ്വര പാഹി പാഹി എന്ന് പ്രാർത്ഥിക്കുന്നവരെ കേട്ടിട്ടുണ്ട്. അതെ, ബ്ലെസ്സിങ്സിന് മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശി അമ്മൂമ്മ, അതായത് അമ്മുമ്മയുടെ അമ്മ പൂർണ്ണത്രേശ്വരൻ്റെ ഭയങ്കര ഭക്തിയായിരുന്നു. കാരണം വെളുപ്പാങ്കാലത്ത് 3 മണി 4 മണി സമയത്ത് നട തുറക്കണ സമയത്ത് അമ്മുമ്മ കോവിലകത്താണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അമ്മുമ്മ രാവിലെ ഈ പൂർണ്ണത്രേശ്വരനെ കണ്ടു വന്ന് തൊഴുതട്ടെ ഭക്ഷണം പോലും വെള്ളം പോലും കുടിക്കുള്ളൂ. ആ ഒരു അനുഗ്രഹമായിരിക്കും. പിന്നെ ഇതുപോലെ അമ്മയുടെ അച്ഛൻ അവിടുത്തെ നേരത്തെ പൂർണ്ണത്രേശ്വരൻ്റെ അമ്പലത്തിലെ നേരത്തെ കീഴ്ശാന്തിയായിരുന്നു. ഒരുപാട് സംഗീതജ്ഞരായിട്ട് ഇതേപോലെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സത്യം, അത് എല്ലാം ദൈവത്തിൻ്റെ ഒരു കാരുണ്യം തന്നെയാണ്. അതുകൊണ്ട് ഇനിയും മുന്നോട്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരായിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മറ്റൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ സൈനോജ് പ്രശസ്ത ഗായകനായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ജയേന്ദ്ര സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അദ്ദേഹം പാടിയ സൂര്യകാലടീശ്വരം എന്നുള്ള CD മുരളീകൃഷ്ണ കമ്പോസ് ചെയ്തതാണ്. ആ സൂര്യകാലടീശ്വരം അത് പാടിയിരുന്നു. ഇത് പാടിക്കഴിഞ്ഞ് ഇതൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വയ്യാണ്ട് ആയുള്ള കാര്യങ്ങൾ അറിയുന്നത്. സൈനോജ് നന്നായിട്ട് പാടിയൊരു പാട്ടാണ്, പക്ഷെ അത് പാടിയെടുക്കാൻ എനിക്ക് പറ്റില്ല, കാരണം അത്രയ്ക്ക് നല്ല കോമ്പോസിഷനാണ്. ഞാൻ പാടിക്കഴിഞ്ഞാൽ അത് നശിപ്പിക്കുകയുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ മുരളീകൃഷ്ണനായിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ആലുവയിലുള്ള പ്രശസ്ത സംഗീത സംവിധായകനാണ്. ഗാനഗന്ധർവൻ യേശുദാസിനെ കൊണ്ടൊക്കെ ദേവാമൃതം പോലെയുള്ള അവിടുത്തെ വിഷ്ണുമായയുടെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പുനർജന്മം കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാനും അറിയാതെ സംഗീതം അറിയാതെ ഒരു സംഗീത സംവിധായകൻ ആയിപ്പോയി എന്ന് പറയാം. സംഗീതം പഠിച്ചിട്ടേ ഇല്ല. എൻ്റെ മാനസഗുരു ഗണേഷ് സുന്ദരാണ്. സംഗീതം പഠിക്കാനായിട്ട് ഒരു താല്പര്യം ഇപ്പൊ തോന്നിയിട്ടുണ്ട്. നന്നായിട്ട് പാടുന്നുണ്ട്. വളർന്നു വന്ന കഷ്ടപ്പാടുകളൊക്കെ ആ കാലങ്ങളിൽ പഠിക്കാൻ പറ്റിയിരുന്നില്ല. ഈ പറയുന്ന ഗണേശേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിരുന്നു, നീ വന്നോളൂ ഞാൻ പാട്ട് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ അവസരങ്ങളിൽ എനിക്കത് പറ്റിയില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പം എനിക്ക് അതിൽ സങ്കടമൊന്നുമില്ല, കാരണം അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ നല്ല പാട്ടുകൾ എനിക്ക് പാടിക്കാൻ പറ്റി. ഇനിയും ഇതേപോലുള്ള ഒരുപാട് ഭക്തിഗാനം മാത്രമല്ല കേട്ടോ, നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കിട്ടുന്ന എല്ലാം നമ്മൾ ചെയ്യും. ഏത് സോങ് ആണെങ്കിലും നമ്മൾ ചെയ്യും. അതെ, നമ്മുടെ കഴിവ് മറ്റുള്ളവർക്ക് കൂടി അറിയപ്പെടണമല്ലോ. ഇപ്പൊ മറ്റേ സിജു ഇരുമൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പടത്തില് എല്ലാത്തരം പാട്ടുകളും ഉണ്ടായിരുന്നു. മറ്റേ മെലഡി സോങ് ഉണ്ടായിരുന്നു, ചേസിങ് സോങ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു തട്ടുകട പാട്ട്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. തമിഴും ഉണ്ടായിരുന്നു, മലയാളം ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി, അടിച്ചുപൊളി കിട്ടി. പിന്നെ എല്ലാ വർഷവും പൂർണ്ണത്രേശ്വരൻ ഒരു പാട്ടെങ്കിലും എനിക്ക് കരുതി വെച്ചിട്ടുണ്ടാവും, എല്ലാ വർഷവും. കഴിഞ്ഞ വർഷം നമ്മുടെ ഡയറക്ടർ ലാൽപ്രിയൻ
അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ഭാവയാമീശം ആ ഹാ എന്ന ഗാനം രാജുരാജ് കമ്പോസ് ചെയ്തതാണ്. ആ ഹാ ഹാ ആ ഗാനത്തിന് അവാർഡ് ഉണ്ടായിരുന്നു. ഓ ഗ്രേറ്റ്. പ്രശസ്ത വേറെ ഏതെങ്കിലും അച്ചീവ്മെന്റ്സ്? അത് എനിക്കല്ല അവാർഡ് കിട്ടിയത്, സംഗീത സംവിധാനം. സംവിധാനം. എന്നാലും നമുക്ക് അതിലൊരു അതെ, ഭാഗമാകാൻ കഴിഞ്ഞല്ലോ. അതിൽ വളരെ സന്തോഷം. പിന്നെ ഗാനരചയിതാവ് എന്ന നിലയിൽ എന്തെങ്കിലും ഇല്ല, എനിക്ക് അവാർഡുകൾ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. എനിക്കൊരു എന്നൊരു അനുമോദിച്ചത് എൻ്റെ നാട്ടിൽ തന്നെ ഗരുഡ ക്ലബ്ബ് 35ാം വാർഷികത്തിൽ ആ നാട്ടിൽ കിട്ടിയത്. നമ്മുടെ ജന്മനാട്ടിൽ കിട്ടുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതെ അതെ അതെ. എന്നെ ആദരിച്ചിരുന്നു. ഇതും ഒരുപാട് ഇതേപോലെ ഭക്തിഗാനങ്ങൾ രചിക്കാനും, ഭക്തിഗാനങ്ങൾ മാത്രമല്ല സിനിമയിലേക്കും ഉയർന്നു വരട്ടെ. അവസരങ്ങൾ കാത്തിരിക്കുന്നു. അല്ല, വരും. എന്തായാലും ഭഗവാൻ കനിയാതിരിക്കില്ല. എല്ലാവിധ നന്മകളും നേരുന്നു. ഇനിയും എഴുതുക, ഇനിയും ജനങ്ങൾക്ക് ഇതേപോലുള്ള ഭക്തിഗാനങ്ങൾ പകർന്നു കൊടുക്കുക. കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, ഒരുപാട് നന്ദി. എൻ്റെ 22 വർഷത്തെ സംഗീത ലോകത്തിനിടയ്ക്ക് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണല്ലേ? പൂർണ്ണമായിട്ടും. ഇതൊരു തുടക്കമാവട്ടെ. ഇനിയും ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ. നല്ല നിലയിലെത്തട്ടെ എന്ന് എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവും. നന്ദി, നമസ്കാരം.